ശ്രീ ഷിബു ബേബി ജോൺ, റിവ്യൂകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ ബോംബിംഗ്, അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇടക്കാലത്ത് കോടതിയിലേക്ക് പോവുകയും അത് ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. ഞാൻ വായിച്ച റിവ്യൂകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ അത് ലിജീഷ് കുമാറിൻ്റെതാണ്. ലിജീഷിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഇതാണ് മലയാളത്തിന്റെ മോഹൻലാൽ, ലിജോ കോട്ടയിൽ ലാലിബൻ. എനിക്കിനി ജയിക്കാൻ എന്താണുള്ളത്? വാലിബൻ അയ്യനാരോട് ഈ ചോദ്യം ചോദിച്ച നേരത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെയാണ് എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത്. മലൈക്കോട്ടെ വാലിബൻ പൊയ്യാവുകയും നിജം മോഹൻലാൽ ആവുകയും ചെയ്ത നിമിഷമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ മോഹൻലാലിനെ കാണാനായി തിയേറ്ററിലേക്ക് എത്തിയ, വാലിബനിൽ ലാലിസം സന്നിവേശിക്കുന്നത് കാണാനായി ആഗ്രഹിച്ചെത്തിയ ആളുകൾക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയം അത് എടുക്കുമെന്നുള്ള കൃത്യമായ സൂചനയല്ലേ ഈ ഒരു റിവ്യൂവിന്റെ ആദ്യ ഭാഗം തന്നെ, ഞാനിപ്പോൾ പങ്കുവച്ച ഭാഗം വായിക്കുമ്പോൾ അങ്ങയുടെയും മനസ്സിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിൽ ഏറ്റവും സന്തോഷം ആസ് എ ഫ്രണ്ട്, ഒരു പ്രൊഡ്യൂസർ ആക്ടർ എന്നുള്ള ബന്ധമല്ല, ആസ് എ ഫ്രണ്ട് മോഹൻലാലിനെ കുറിച്ച് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ, മോഹൻലാലിൻ്റെ എല്ലാ കഴിവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതെല്ലാം അസ്ഥാനത്താക്കിയില്ലേ ഈ സിനിമ. ഇതിനകത്തൊരു വലിയ ഫിലോസഫി ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഫിലോസഫി എനിക്ക് ഈ ഫസ്റ്റ് പാർട്ടി കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാല് കറക്റ്റായിട്ട് ഈ പടത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് പറയുകയുണ്ടായി. ഇതിനകത്ത് മാസ് വേണ്ടിയവർക്ക് മാസുണ്ട്, ക്ലാസ് വേണ്ടിയവർക്ക് ക്ലാസ് ഉണ്ട്, ഇതിനകത്തൊരു ഫിലോസഫി ഉണ്ട്, ഇതിനകത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഇതെല്ലാം ഈ ഒറ്റ ഇതിൽ ഈ 2.25 മണിക്കൂർ 2.5 മണിക്കൂറിൽ നമുക്ക് ഒതുക്കാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയൊരു തോട്ട് പ്രോസസ്സാണ് ഇതിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങളെ, പോസിറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങളെ ആ അർത്ഥത്തിൽ പങ്കെടുക്കുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഡീഗ്രേഡിംഗ് എന്നുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് ഈ എൻ്റെ ഈ സിനിമ വെച്ചിട്ടല്ല, മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഞാനിത് കുറച്ച് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അന്നേരം ഇങ്ങനൊരു വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ കാര്യം എന്താണ് സിനിമയിൽ എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, ഏതായാലും ഷിബു ബേബി ജോണിന് രാവിലെ കണ്ട സ്ഥിതിക്ക് രാഷ്ട്രീയമായൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അടുത്ത ഇനിയിപ്പോൾ അങ്ങനെ ഒരു വലിയ എൻഗേജ്മെൻ്റ് ഒന്നും സിനിമയുടെ രംഗത്ത് അങ്ങനെ ഉണ്ടാവില്ല, താങ്കളുടെ മകനായിരിക്കും അതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയെന്ന്. അതിപ്പോൾ താങ്കൾ ആഗ്രഹിച്ചാലും അടുത്തൊരു 3-4 മാസത്തേക്ക് എന്തായാലും അത് സാധ്യമല്ല. കാരണം അത്രയേറെ രാഷ്ട്രീയ തിരക്കുകളിലേക്കാണ് ഷിബു വിജയൻ പോകാൻ പോകുന്നത്. കേരളവും രാജ്യവും അങ്ങനെയാണ്. ഇവിടെ കൊല്ലം ആരാണ് മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്ലിയറായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ തന്നെയാണ് കൊല്ലത്ത്. 2 ടേം പ്രേമേന്ദ്രന് കൊല്ലംകാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലവുമാണ്. ഇപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് പൊതു രാഷ്ട്രീയം കോൺഗ്രസിനും UDF-നും അനുകൂലമാണ്. ദേശീയ തലത്തിൽ പോലും BJP വിരുദ്ധ വികാരം ഏറ്റവും പ്രകടമായി നിൽക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഫൈറ്റ് CPM, UDF, LDF തമ്മിലാണെങ്കിലും LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വെറുത്തിരിക്കുകയാണ്. അവരുടെ ഹാർഡ് കോർ ബേസ് അവിടെ ഉണ്ടെങ്കിലും ഒരു പൊതുസമൂഹം എന്ന് പറയുന്നത്, നിഷ്പക്ഷ സമൂഹം എന്ന് പറയുന്നത് വെറുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനൊരു തർക്കമില്ല. ഞാൻ എപ്പോഴും പറയുന്ന, കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്ന കാര്യമുണ്ട്, 1-to-1 കാൻഡിഡേറ്റ് സെലക്ഷനിൽ ഏതെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുണ്ടായില്ലെങ്കിൽ 20 സീറ്റും UDF വിജയിക്കും. അതിൽ കൊല്ലം സീറ്റ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഫോർമലി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയപ്പെടും. UDF സ്ഥാനാർത്ഥി, RSPയുടെ സ്ഥാനാർത്ഥി നല്ല നിലയിൽ കൊല്ലത്ത് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.